ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ്. ദില്ല ചേച്ചി, എനിക്ക് ഈ മരം മുറിച്ചത് കൊണ്ട് ഭയങ്കരം വിഷമമുണ്ട്. അതെന്താ? ഈ മരം മുറിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറേ ബേർഡ്സ് വരുമായിരുന്നു, അത് കൂടൊക്കെ കൂട്ടുമായിരുന്നു. ഈ മെയിനായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ ഇടപെടലുകൾ മൂലം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. പിന്നെ പ്രകൃതി നമുക്ക് പാഠം പഠിക്കാനായിട്ടും കുറേ ദുരന്തങ്ങൾ തരും. മെയിനായിട്ട് ഡീഫോറസ്റ്റേഷൻ, ഫീൽഡ് ഫില്ലിങ്, പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. മെയിനായിട്ട് ഫീൽഡ് ഫില്ലിംഗ് ആണുള്ളത്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ഫീൽഡിനുണ്ട്. ഫീൽഡ് നികത്തുന്നതോടുകൂടി ഈ മഴവെള്ളം കെട്ടി നിന്ന് അത് ഫ്ലഡ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ കൂടുതലാണ്. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്. നമ്മളിങ്ങനെ JCB വെച്ച് ഈ ഹില്ലൊക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. പക്ഷേ ആ ഹില്ലിൽ ജീവിക്കുന്ന ആനിമൽസിന് അതിന് ജീവിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെടും, ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. പിന്നെ ഈ ഹിൽസിന് വിൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഹിൽസിനുണ്ട്. അതുകൊണ്ട് ഹില്ല് ഡിസ്ട്രക്ട് ചെയ്യുന്നതോടുകൂടി ഹീറ്റ് കൂടും. പിന്നെ മെയിനായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ്, എർത്തിക്യുക്ക്, ഫ്ലഡ്, ഡ്രോട്ട്, അതൊക്കെയാണ്. 2 ദിവസം മുമ്പ് നമ്മൾ ന്യൂസിൽ കേട്ടില്ലേ റഷ്യയിൽ സുനാമി ഉണ്ടായെന്ന്. പക്ഷേ നമ്മുടെ മലയാളം പത്രത്തിൽ അത് വലിയ ന്യൂസായിട്ടൊന്നും വന്നില്ല. പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയുള്ള തലമുറയെങ്കിലും പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കാം. താങ്ക് യു.